രാവിലത്തെ ജോലിയൊക്കെ ഒന്ന് ഒതുക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു കോൾ വരുന്നു. എൻ്റെ വീട്ടിലൊരു നിധി നിങ്ങൾക്കായിട്ട് കാത്തിരിപ്പുണ്ട്, എത്രയും വേഗം വന്നത് കൈപ്പറ്റണമെന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി നേരെ ആ നിധി കൈപ്പറ്റാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി തിരിച്ചു. കാടെല്ലാം താണ്ടി മലയെല്ലാം താണ്ടി നേരെ വന്ന് നിന്നത് ഒരു വീടിൻ്റെ മുറ്റത്ത് കുറച്ച് പുല്ലിൻ്റെ അടുത്താണ്. ക്യാമറയുടെ സൂമിങ് പോരാത്തത് കൊണ്ട് കണ്ണൊന്ന് സൂം ചെയ്തപ്പോഴാണ് ആ നിധി അങ്ങോട്ട് കണ്ണിൽ വിട്ടത്. കുറച്ചധികം അരിക്കുമ്പോൾ വിഷുവിന് അടിക്കേണ്ട ഓണ ലോട്ടറി ക്രിസ്മസിന് അടിച്ച സന്തോഷമായിരുന്നു എനിക്ക്. സംഗതി ഇത്തിരി ചളിയാണെങ്കിലും കിടക്കട്ടെ അവിടെയെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ മുഴുവൻ അങ്ങോട്ട് കൈയേറി ഇരുന്ന് നടന്ന് നിന്നും കംപ്ലീറ്റ് കുമ്പിൾ അങ്ങോട്ട് നുള്ളി പറക്കിയെടുത്തു. എന്നിട്ടൊന്നും പോരാഞ്ഞിട്ട് കിട്ടിയ അവസരം കൊണ്ട് മുതലാക്കി നെല്ലിമരത്തിലും കയറി കൈ കിട്ടിയ 4-5 നെല്ലിക്കയും കുറച്ച് പച്ചപ്പുളിയും കാന്താരിയും ഒക്കെ അങ്ങോട്ട് പറിച്ചെടുത്തു. ഇനി ഞാനാണെങ്കിൽ ഒരു സൂത്രം കാണിച്ചു തരാവേ. ഇതെന്താ പഴയ ഒരു തുരുമ്പടിച്ച സൈക്കിൾ എന്നല്ലേ ചിന്തിക്കുന്നത്? എന്നാൽ അങ്ങനെയല്ല, ഈ സൈക്കിളിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. പിന്നെ നേരെ അവിടുന്ന് വീട്ടിൽ വന്ന് കിട്ടിയ കുമിളും പറിച്ചെടുത്ത കാന്താരിയും കൂട്ടി അങ്ങോട്ട് തോരനാക്കി സെറ്റാക്കി ചോറ് കഴിക്കാൻ അങ്ങോട്ട് എടുത്തു. കുമിളിന് കൂട്ടായിട്ട് മീനില്ലാത്ത മീൻകറിയും ബീൻസ് തോരനും മാങ്ങ അച്ചാറും ലേശം മുളകുടച്ചതും. അയ്യവ, അടിപൊളി.